ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഇത് മീനയാണ്. 2-3 ദിവസമായില്ലേ എൻ്റെ വ്ളോഗൊന്നും കാണാനായിട്ട്. ശംഖുമുഖത്ത് പോകാൻ പറ്റുന്നില്ല, ഉദയസമുദ്രയിൽ പോകാൻ പറ്റുന്നില്ല, ഓണമൊക്കെ അല്ലേ. അപ്പോൾ സലൂണിൽ ഒരു ഇച്ചിരി തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇന്നൊരു കൊച്ചു വ്ളോഗുമായിട്ട്, വ്ളോഗല്ല ആക്ച്വലി ഒരു ചെറിയ നമ്മുടെ ഒരു ബ്യൂട്ടി ടിപ്സും കാര്യമൊക്കെ പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇത് ഓയിൽ ബേസ്ഡ് സിറം ആണ്. ഇത് ശരിക്കും സ്കാൽപ്പിലല്ല, ഹെയറിൽ ആപ്ലിക്കേഷൻ ചെയ്യേണ്ട സിറം ആണ്. ഇത് മാട്രിക്സിൻ്റെ തന്നെ ഒപ്റ്റി സ്മൂത്ത് എന്ന് പറഞ്ഞ സിറമാണ്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത ഹെയറിനുള്ള സിറമാണ്. അതായത് ഇത് നമ്മളിപ്പോൾ സ്മൂത്തനിങ്ങോ സ്ട്രെയിറ്റനിങ്ങോ അല്ലെങ്കിൽ കെരാറ്റിൻ, നാനോപ്ലാസ്റ്റിയ അങ്ങനെയുള്ള സ്ട്രെയിറ്റിങ് ചെയ്ത ഹെയർ, അതായത് ട്രീറ്റ് ചെയ്ത ഹെയറിന് യൂസ് ചെയ്യുന്ന ഒരു സിറമാണ് ഇത്. ശരിക്കും കാണാമോ എന്നറിയില്ല, വീഡിയോയിൽ ഒന്ന് സൂക്ഷിച്ച്. ഇതാണ് മാട്രിക്സിൻ്റെ ഒപ്റ്റി സ്മൂത്ത് എന്ന് പറയുന്ന സിറം. അല്ല, പിന്നെ ഇത് ബയോലേജിൻ്റെ നോർമൽ ഒരു സിറമാണ്. ഇത് ശരിക്കും നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ട്രീറ്റ് ചെയ്യാത്ത ഹെയറിലും അല്ലാത്ത ഹെയറിലും എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സിറമാണ് ഇത്. ഇതിനൊരു 350 റുപ്പീസേ ഉള്ളൂ. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഇതിനൊരു 590 റുപ്പീസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് ഒരു 2 പഫ് എടുക്കുക, നമ്മുടെ ഹെയറിൽ മാത്രം ആപ്ലിക്കേഷൻ ചെയ്യാം. ഇനി സിറം എങ്ങനെയാണ് ഹെയറിൽ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളി കഴിഞ്ഞ് ഒരു 80% ഹെയർ ഡ്രൈ ആയതിനു ശേഷം, അതായത് ഒരു 20% എങ്കിലും നമ്മുടെ ഹെയർ വെറ്റ് ആയിരിക്കണം. അങ്ങനെയുള്ള ടൈമിലാണ് ശരിക്കും നമ്മൾ സിറം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോഴേ നമ്മുടെ മുടി ശരിക്ക് നമ്മുടെ ഈ സിറം ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഹെയറിന് ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുത്ത് വെക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിറം എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് പോലും ചിലവർക്ക് അറിയില്ല. ഇത് ഒരു നമ്മുടെ ഹെയർ പറന്ന് കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ സൺ പ്രൊട്ടക്ഷൻ എങ്ങനെയാണോ നമ്മളെ ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യണം, സ്കിൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെയിം തിങ് ആണ് സിറം നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു 2 ദിവസമായിട്ട് ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, ഇന്ന് കുറച്ച് മഴയുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? എല്ലാവരും എവിടെയൊക്കെയാണ് ഇരുന്ന് കാണുന്നത് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോയിൽ കമൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നിങ്ങൾ ഏതെല്ലാം സ്ഥലത്തു നിന്നാണ് കാണുന്നത് എന്നൊക്കെ. അങ്ങനെയല്ലേ നമുക്ക് പരസ്പരം എല്ലാവർക്കും പരിചയപ്പെടാനൊക്കെ പറ്റുള്ളൂ. പിന്നെ എൻ്റെ മെസ്സഞ്ചറിൽ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി മെസ്സഞ്ചറൊന്നും ഒത്തിരി നോക്കുന്ന ഒരാളല്ല, എനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ നോക്കിയിട്ട് റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസ് ഒന്നും കാണാതിരിക്കരുത്. നിങ്ങളുടെ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷമാണ്. ഇത് നാളെ നമ്മൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ആയിരുന്നു എന്ന് ശരിക്കും അറിയാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മളുടെ വീഡിയോസും നമ്മളുടെ സംസാരമൊക്കെ ഉപകരിക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ചിലർ വിചാരിക്കും, ഓ ഇവൾക്ക് എന്തിൻ്റെ പണിയാണ്, ഇവളെന്തിനാണ് ഈ വീഡിയോസും കാര്യമൊക്കെ ഇടുന്നത്, പിന്നെ ഇതിൽ നിന്ന് ഇവൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അല്ല. 1-2 പേര് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നത്. അങ്ങനെയൊന്നും അല്ല. എൻ്റെ ഒരു കുഞ്ഞു സന്തോഷങ്ങൾ, എൻ്റെ ലൈഫ്, എൻ്റെ ബിസിനസ്, എൻ്റെ കുട്ടികൾ, എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള മിസ്റ്റേക്സൊക്കെ ഉണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ എന്നെ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻസ് ഇടുകയോ ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ബൈ.